നമസ്കാരം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വായനക്കാർ നാളത്തെ നേതാക്കൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം ഒരാളുടെ ചിന്തയെ മാറ്റുന്നു. ആ ചിന്ത ഒരു സമൂഹത്തെ മാറ്റുന്നു. വായന മനുഷ്യന്റെ അറിവിന്റെ വാതിൽ തുറക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കാനും തീരുമാനിക്കാനും നയിക്കാനുമുള്ള നേതൃത്വത്തെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. പുസ്തകം വായിക്കുന്നതിലൂടെ അറിവുകൾ നേടാനും ലോകത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. വായിക്കുന്നതിലൂടെ നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്താൻ നമുക്ക് സഹായകരമാകുന്നു. ഈ വായന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മൊബൈൽ ഫോണുകളിൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കാം. അവർക്ക് ഈ വായനയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് അറിയാൻ സാധിക്കുകയുണ്ടാവില്ല. അത് ഇപ്പോഴത്തെ ജനറേഷനിൽ മൊബൈൽ ഫോണുകളിലും വായിക്കാനുള്ള പല സംവിധാനങ്ങളും ഉണ്ട്. ഇ റീഡിംഗ് എന്ന ഈ വായന, ഇതെല്ലാം നമുക്ക് മൊബൈൽ ഫോണുകളിലും വായിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. വായന മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ ലോകത്തിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. വായിക്കുന്നതിലൂടെ നമ്മുടെ ഭാഷ, അതേപോലെ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു. അവസാനമായി ഞാൻ ചങ്ങമ്പുഴയുടെ 2 വരികൾ: ഒരു പുസ്തകം വായിക്കുന്നവന് ഒരു ജീവിതം, 1000 പുസ്തകങ്ങൾ വായിക്കുന്നവന് 1000 ജീവിതങ്ങൾ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.